ആ ഇപ്പോൾ മാധ്യമങ്ങളിൽ മൊത്തം കാശ്മീരിൽ ഇന്ന് ഭീകരാക്രമണം നടന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ എന്തായിരിക്കും ലക്ഷ്യം ഈ ഭീകരാക്രമണം നടത്തിയവരുടെ ജോൺസൺ തോന്നുന്നത്? സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യ എല്ലാ മേഖലയിലും കുതിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. മാത്രമല്ല, അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരാണെങ്കിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പൊക്കെ നടത്തി ശാന്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ആളുകൾ വിനോദ സഞ്ചാരികളൊക്കെ ആയിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്ത, ഇന്ത്യയിൽ വളരെ പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് എത്തിച്ച് എന്താ പറയുക, അതിൽ രാജ്യത്തിലെ കാശ്മീരിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒരു മാനസിക സംഘർഷമുണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഇവർ ഭീകരവാദികൾ എന്ന് പറയാൻ പറ്റില്ല, ഭീരുക്കൾ എന്നാണ് അവരെ പറയാൻ പറ്റുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കാരണം ഇവരുടെ നേർക്ക് നിന്ന് ഇന്ത്യയോട് പൊരുതാൻ പറ്റാത്ത ആളുകൾ, ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ അവർക്ക് ഇന്ത്യയെ നേരിട്ട് ഏറ്റുമുട്ടി തോൽപ്പിക്കാനോ ഇന്ത്യൻ സൈനികരെ നേരിടാനോ സാധിക്കാത്ത ആളുകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീരുക്കളായ ഭീകരന്മാർ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്താ പറയുക, നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിനെ സമാധാനം കളയുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി ചെയ്തത്. പക്ഷേ ആഗോള വ്യാപകമായി ഭീകരവാദ സംഘടനകൾക്കെതിരെ ആഗോള വ്യാപകമായി തന്നെ ജനങ്ങളുടെ മനസ്സുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നമുക്ക് ആലോചിച്ചറിയാം, ലോകത്തിലെ എല്ലാ കോണുകളിലും ഭീകരവാദത്തിനെതിരെയാണ് മനുഷ്യ മനസ്സുകളുടെ ചിന്ത നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭീകര ആക്രമണം സംഘടിപ്പിക്കുന്നവർക്കും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും അന്തിമമായി ഇത് വളരെ നഷ്ടക്കച്ചവടമായിട്ട് മാറും. കാരണം ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതിൻ്റെ ഫലമായി 50,000-ത്തിലും പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഈ കാശ്മീരിൽ ഈ ആക്രമണം നടത്തിയതിൻ്റെ ഫലമായി സ്വാഭാവികമായിട്ട് ഇന്ത്യ ഭീകരർക്കെതിരെ കാലാകാലങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, നയങ്ങൾ അത് ശരിയാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താവുന്നൊരു സന്ദർഭമാണ് വന്നുപെട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളെ ശരിക്കും മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി ഇന്ത്യയിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യ ആഗോള വ്യാപകമായിട്ട് ഭീകരർക്കെതിരെ ഇന്ത്യയുടെ നിലപാട് 100% സത്യസന്ധമായതും ആത്മാർത്ഥമായതും സത്യമാണെന്നും തെളിയിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടും. കാരണം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടുമെന്നും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിനൊപ്പം ഈ സമയത്ത് നിലകൊള്ളണമെന്നും നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് രാജ്യത്തിനെതിരെ വരുന്നൊരു ഭീകരമായ ആക്രമണത്തിന് നമ്മൾ പലതരത്തിലുള്ള സൗണ്ട് ഇന്ത്യയിൽ വരാൻ പാടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കണം. ഇന്ത്യ സർക്കാരിൻ്റെ മുന്നിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരക്കണം ഈ സന്ദർഭത്തിൽ. കാരണം ഇത് രാജ്യത്തിനെതിരെയുള്ള ഒരു ഭീകര ആക്രമണമാണ്, രാജ്യത്തിൻ്റെ ജനങ്ങൾക്കെതിരെയുള്ളൊരു ആക്രമണമാണ്. എല്ലാ ഭീകരവാദികളെയും നമ്മൾ നഖശിഖാന്തം എതിർക്കണം. അവർക്ക് ഒരു നിലയ്ക്കുള്ള ആനുകൂല്യങ്ങളും നൽകുന്ന മുഴുവൻ ആളുകളെയും, അവരെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളെയും നാശം ചെയ്യാം എന്നാണ് വ്യക്തിപരമായിട്ട് നമ്മളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം.